ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജനപ്രതിനിധിയുടെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആരാധ്യനായ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, ഭാരതീയ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കഞ്ഞിക്കുഴി ഏരിയ എന്ന് പറയുന്ന എക്കാലവും ഒരു വലിയ മണൽപ്പരപ്പായിരുന്നു, ഒരു മരുഭൂമിയായിരുന്നു. കാര്യകർത്താക്കളെ കണ്ടെത്താനോ അവരെ മുൻപോട്ട് കൊണ്ടുവരാനോ പലപ്പോഴും കഴിയാതിരുന്ന BJPയുടെ മറ്റ് നേതൃത്വം പലപ്പോഴും എഴുതിത്തള്ളിയ ഒരു പ്രദേശമായിരുന്നു കഞ്ഞിക്കുഴി. 11 മുതൽ 20 വരെയുള്ള വാർഡുകൾ ഒരു കാലഘട്ടം അത്രയും UDFന്റെ വലിയ അപ്രമാദിത്വം അവകാശപ്പെടാൻ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷെ ഇന്ന് പടിപടിയായി ആ പ്രദേശത്ത് ഇത്തവണ നമുക്ക് അഭിമാനപുരസരം എല്ലായിടത്തും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ കഴിയും. ആ തരത്തിൽ അവരെല്ലാവരും തന്നെ വളരെ സജീവമായി 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 വാർഡുകളിൽ മത്സരം നടക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും മറ്റു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തമ്മിലാണ്. 3 വാർഡുകളിൽ വ്യക്തമായിട്ടുള്ള മത്സരം നമ്മൾ തമ്മിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർഡുകളിലും ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ധാരാളം പ്രവർത്തകരുണ്ട്. പക്ഷെ എല്ലാവരും ഇന്നത്തെ അറിയാം സാഹചര്യത്തിൽ ജോലി ഒക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് അവരെല്ലാം തന്നെ എത്തുവാനായിട്ട് ഇത്തരത്തിൽ പരിപാടികൾ വെക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട്. നമ്മുടെ കാര്യകർത്താക്കൾ എല്ലാവരും തന്നെ ഒരു 7-8 മണിയോട് കൂടിയിട്ടാണ് പ്രവർത്തനത്തിൽ എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പകൽ സമയത്ത് പലരെയും സമീപിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ എത്താൻ സാധിക്കാറുണ്ട്. പക്ഷേ പ്രചരണത്തിന്റെ ദൃഷ്ടിയിൽ ഈ ഏരിയയിൽ എല്ലായിടത്തും നമ്മൾ UDFനെയും LDFനെ കവച്ചു വെച്ചുകൊണ്ട് UDFുമായി മാറ്റിവെക്കുന്ന ഈ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷത കൊണ്ട് UDFനോടൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സഹപ്രവർത്തകരോട് പറയാനുള്ളത് ഇനിയുള്ള ദിവസം വളരെയേറെ നിർണായകമാണ്. ഇനിയുള്ള ദിവസം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിച്ചാൽ 4-ലധികം ജനപ്രതിനിധികളെ ഈ കഞ്ഞിക്കുഴി മേഖലയിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധികളായിട്ട് കോട്ടയം നഗരസഭാ കൗൺസിൽ ഉണ്ടാകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഉണ്ടാകണം. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ മേഖലയിൽ വലിയ മുന്നേറ്റം ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്ന 25% വോട്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ മേഖലയെ കൊണ്ടുവരാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയിലേക്ക് കടക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ആരാധനായിട്ടുള്ള രാജൻ സപ്തസ്വരയാണ്. പക്ഷേ ഈ മേഖലയുടെ ആദ്യത്തെ ഇങ്ങനെ ഒരു മേഖല രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ അധ്യക്ഷനാണ്. വളരെ സജീവമായി അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ നഗരസഭയുടെ ഒരു മുനിസിപ്പൽ കോൺട്രാക്ടർ എന്നുള്ള നിലയിൽ ആ ഒരു തലത്തിലും അദ്ദേഹം വലിയൊരു സഹായമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തോടും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ പ്രിയങ്കരനായ മുൻ കേന്ദ്രമന്ത്രി, കോട്ടയംകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരുപക്ഷെ അക്ഷര നഗരി എന്ന് കോട്ടയം പറയുമ്പോൾ ആ അക്ഷര നഗരിയെ ഇവിടെ യഥാർത്ഥത്തിൽ പ്രായോഗികമാക്കി ആദ്യത്തെ അക്ഷരം നമ്മുടെ 17-ാം വാർഡിലെ കരുണൻ ചേട്ടനെ ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാനൊക്കെ അന്ന് സാക്ഷരതാ പ്രവർത്തകരായിരുന്നു. ആദ്യം സാറ് ആ കോട്ടയം ക്ലബിനോട് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ മാടക്കടയിൽ പിടിച്ചിരുത്തി എഴുതിപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു പിന്നില്ല. അപ്പം അന്നു മുതൽ തുടങ്ങിയ ഒരു വലിയ മാറ്റം സാറ് BJPയിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇനിയുള്ള നമ്മുടെ സാറിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസം സാർ നമ്മളോടൊപ്പം ഉണ്ട്. കോട്ടയം നഗരസഭയിലെ 53 വാർഡുകളിലും നമ്മുടെ സംഘടനാ യന്ത്രത്തെ ചലിപ്പിക്കുവാനായി കോട്ടയം നഗരസഭ പിടിച്ചെടുക്കുവാൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വം നിശ്ചയിച്ച് സാറിനെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും. സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഉദ്ഘാടനത്തിന് ശേഷം ആദ്യം തന്നെ നമ്മുടെ ജില്ലാ അധ്യക്ഷന് ജില്ലയിൽ നിരവധി പരിപാടികൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യം തന്നെ പോകേണ്ടതുണ്ട്. ഈ ശ്രീമതി റീബ വർക്കി പുനരുദ്ധാനം ചെയ്ത പഴയ കളക്ടറേറ്റ് വാർഡ് 19, ആ വാർഡിന്റെ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ഈ
18ഉം 19നെയും മുഴുവൻ ജനങ്ങളുടെയും കൈകളിൽ എത്തുവാൻ വേണ്ടിയിട്ട് ഒരു കൈപ്പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രകാശനം BJPയുടെ ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ കൈപ്പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഏറെ ആദരണീയനായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മാനനീയ പ്രാന്ത കാര്യകാരി സദസ്യൻ, കഞ്ഞിക്കുഴി മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ഗുരുനാഥനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ഈ സമ്മേളനത്തിൽ ആശംസ പ്രസംഗത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് സന്തോഷ് കണ്ണഞ്ചിറ NPPയുടെ സംസ്ഥാന നേതാവാണ്. കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക നായകനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJSന്റെ കോട്ടയം ജില്ലയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഈ മേഖലയിൽ തന്നെയുള്ള അഡ്വക്കേറ്റ് ശാന്താറാം റോഹിത്തോളൂർ, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കോട്ടയം നഗരത്തിന്റെ ഈ മുനിസിപ്പാലിറ്റിയുടെ പാർട്ടിയുടെ ഇൻചാർജായി ഇനിയുള്ള ദിവസങ്ങളിലുള്ള പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ CN സുഭാഷ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഏറെ പ്രിയങ്കരിയായ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട റീബ വർക്കി, നമ്മുടെ 18ാം വാർഡിലെ ഭാരതീയ ജനതാ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. ടീച്ചറെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബാക്കിയുള്ള 8 സ്ഥാനാർത്ഥികളുണ്ട്, ബാക്കിയുള്ള ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ പ്രവർത്തകരുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.